Hello, good evening. Welcome to Malabar Golden Diamonds, Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുകൊണ്ട് എനിക്ക് സമയമില്ല ഡാൻസ് ചെയ്യാൻ. പക്ഷേ എനിക്ക് തിരിച്ച് ഡാൻസ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനൊന്ന് ടോട്ടലി ഒന്ന് ഫ്രീ ആയിരിക്കുകയാണ്. കാരണം എൻ്റെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞു. ഒരു ഹസ്ബൻഡിന്റെ രീതിയിൽ ഉള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും സിനി ഒറ്റയ്ക്ക് ഇരുന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നു. 10 ദിവസം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ പോവുക എനിക്ക് എന്തൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് സമയത്ത് വിളിച്ചാലും അവരെല്ലാവരും ഉണ്ടാവും. ചേച്ചിക്ക് ഇവിടുന്ന് 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം. മാലയൊക്കെ പൊതുവെ എങ്ങനെ എടുക്കാറ്? ഹെവി സിമ്പിൾ ആയിട്ടാണ്. കിളി പോയാൽ പോലും സാരമില്ല. ജയ്ഹിന്ദിന്റെ ഏതെങ്കിലും കോർണറിൽ കിളി പോയിരുന്നാലും കുഴപ്പമില്ല. പിടിച്ചാക്കിട്ട് അത് രീതിയിൽ പോയി. ആണല്ലേ? ആ പ്രൈസിങ് ആ ബില്ലെല്ലാം എടുത്ത് നോക്കിയിട്ട് അവർക്കും ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റഡാണോ ലോങ് ആയിട്ടുള്ള സാധനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതത്രേ ഉള്ളൂ. 9 മണിയായാൽ ഞാൻ എൻ്റെ ഷോപ്പിലേക്കും മക്കൾ ക്ലാസ്സിലേക്കും ഭർത്താവും ജോലിക്ക് പോകും. രാവിലെ തൊട്ട് അൺടിൽ നൈറ്റ് ഉറങ്ങുന്ന വരയ്ക്കും ഫുള്ളി ഓക്യുപ്പൈ. എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖം തുടങ്ങിയപ്പോൾ ട്രീറ്റ്മെൻറ്റിനെല്ലാം വളരെ വലിയ തുക വരുമായിരുന്നു. ഭർത്താവിനെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ സ്വന്തമായി എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്. ഞാൻ 6 വർഷം മരണം മുന്നിൽ കണ്ടിട്ടാണ് ജീവിച്ചത്. സത്യം പറഞ്ഞു. ഒത്തിരി വേദനകൾ മനസ്സിൽ ഒതുക്കിയാണെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആ ഒരു കടയിലിരിക്കുന്നത്. വീട്ടമ്മമാരുടെ തട്ടകമായ വീടുകളിൽ വെച്ച് നടത്തുന്ന ആദ്യത്തെ റിയാലിറ്റി ഷോയുടെ എപ്പിസോഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ എപ്പിസോഡ്, ലെറ്റ്സ് വെൽക്കം our judges. ആദ്യമായി നമ്മുടെ പെർമനന്റ് ജഡ്ജ് ആൻഡ് മെന്റർ, ദ ഗോർജിയസ് മിസ്സസ് രഞ്ജിനി കൊമ്പാര. ഹായ് ചേച്ചി. ഹായ് അനുജ. Oh my goodness. എനിക്കിത് കൃഷ്ണകുമാറെ കണ്ടിട്ട് എനിക്ക് ഇത് ഇങ്ങനെ പോലെ വിളിക്കണം, കൃഷ്ണകുമാരെ. പക്ഷെ ഞാൻ വിളിക്കില്ല. എനിക്ക് എന്റെ ഹസ്ബൻഡോട് ജീവിക്കണ്ടേ? വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. പിന്നെ അത് രഞ്ജിനിക്ക് ഒരു ഹസ്ബൻഡിനെ സഹിച്ചാൽ മതി. എനിക്ക് 5 സ്ത്രീകളെ സഹിക്കണം. അപ്പൊ യു ഷുഡ് ബി മോർ കെയർഫുൾ അല്ലേ? രഞ്ജിനി ചേച്ചി, you're looking so gorgeous in the pink saree. Definitely pinky. Thank you അനുജ. അനുജ ഇന്ന് ഒന്ന് നോട്ടീസ് ചെയ്തോ? നമ്മളുടെ കണ്ടസ്റ്റൻസും പിങ്ക് ആണ്. പിന്നെ നമ്മളുടെ ഗീതാഞ്ജലി മാം ഓൾസോ ഇൻ പിങ്ക്. സോ വുമൻസ് ഡേ. പക്ഷേ നമ്മളുടെ കൃഷ്ണകുമാർ പാവം ഔട്ട് നമ്പർഡ്. I am always with pinkies. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. രഞ്ജിനി ചേച്ചിയുടെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള, എൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാതി തിരുനാളിലെ ആ ഡാൻസ് സീക്വൻസ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആൻഡ് ഐ അഡോർ യുവർ ഡാൻസിങ് സ്റ്റൈൽ. താങ്ക് യു. ഐ സ്റ്റിൽ ഡാൻസിങ്? ഇല്ല. ഓ നോ, വൈ? ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുകൊണ്ട് എനിക്ക് സമയമില്ല ഡാൻസ് ചെയ്യാൻ. പക്ഷേ എനിക്ക് തിരിച്ച് ഡാൻസ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. If you dance with me one day, I'll be in bliss. Definitely. Yes, we will do a wonderful dancing competition. Thank you so much. Thank you ചേച്ചി. അടുത്ത കൃഷ്ണകുമാറേട്ടനാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്. The most handsome man in the set, Mr. Krishnakumar. താങ്ക് യു വെരി മച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രൈസസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നോബഡി ലൈക്സ് നമുക്ക് കംപ്ലൈൻറ്റ്സ് മറ്റത്. സോ ഐ എം സോ ഹാപ്പി ടുഡേ മോർണിംഗ് ബിക്കോസ് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖം തന്നെയാണ്. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് രഞ്ജിൻ ചേച്ചി എടുത്ത് ലൈക്ക് ഷീ ഹാസ് ടു സ്റ്റാർട്ട് ഡാൻസിങ് എന്നാണ്. എന്തിനാണ്? കാരണം ഷീ ഹാസ് ടു ലൈക്ക് മെയിൻറ്റെയിൻ ഹർ ഹെൽത്ത് ആൻഡ് തിങ്സ്. ഗുഡ് ഫോർ ഹെൽത്ത്, ഗുഡ് ഫോർ മൈൻഡ്. So dancing is nice. Dancing is another nice workout എന്ന് പറയും. നല്ലൊരു എക്സസൈസ് ആണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ മിനിസ്റ്റർ മുനീർ, ഇദ്ദേഹം ബേസിക്കലി ഡോക്ടറും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം, വണ്ണം ഉള്ളവർക്കൊക്കെ അതിനൊരു നല്ലൊരു ഈസി വർക്കൗട്ട് പുള്ളി പറഞ്ഞിരുന്നു. അതായത് ഡെയിലി 3 times മിനിമം നമ്മൾ ഇങ്ങനെ ചെയ്യണം.
അപ്പൊ ചോദിച്ചു അതുകൊണ്ട് പെട്ടെന്ന് വണ്ണം കുറയും. അതെ അതെ, എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മുടെ നേരെ ഭക്ഷണം വരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കണം. പക്ഷേ ഇവിടെ എന്ത് പറ്റി, രഞ്ജിനിക്ക് ഇത് ആരോ പറഞ്ഞു കൊടുത്തു. പക്ഷെ രഞ്ജിനി സ്വല്പം തെറ്റിപ്പോയി. എപ്പോഴൊക്കെ വരുന്നു ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് തെറ്റി ചെയ്യരുത്. തെറ്റി ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. Okay, next judge is another beautiful woman, Mrs. Dr. Geetanjali Nadarajan. Thank you. Hi. Again, you are in pink, so I'm so happy. Yeah, me too. നമ്മൾ 6 കണ്ടസ്റ്റൻസിന്റെ പ്രൊഫൈൽസ് കണ്ടു കഴിഞ്ഞു. ഇനി 4 പേരുടെ കൂടെ കാണാനുണ്ട്. ആൻഡ് നമ്മളെ സെറ്റില് വി ആർ ഓൾ സോ എക്സൈറ്റഡ്. ആ പിങ്ക് നിറം പോലെ തന്നെ നമ്മുടെ മനസ്സും അങ്ങനെ എക്സൈറ്റഡ്. എവറിബഡി ഈസ് സോ ജൂബിലിയൻ. കാണുന്ന പ്രേക്ഷകർക്കും ഈ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും നമ്മൾ പകർന്നു കൊടുക്കാൻ we are so lucky to do that. Sure. Thank you so much, judges. That was an enchanting talk. ഇനി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ സമയമായി. The first contestant, Sini Biju from Muvattupuzha. ഹായ് സിനി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. മൂവാറ്റുപുഴ എന്തുണ്ട് വിശേഷം? മൂവാറ്റുപുഴ നല്ല വിശേഷം. ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലാണ്. കൂടെ ആരാ വന്നിട്ടുള്ളത്? ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. ഹലോ, എന്താ അമ്മയുടെ പേരെന്താ? പേര് മേരിക്കുട്ടി. മേരിക്കുട്ടി, സുഖമായിരിക്കുന്നോ? ഓക്കെ, മൂവാറ്റുപുഴ തന്നെയാണ്? ഇല്ല, ഞാൻ കൊല്ലത്താണ്. കൊല്ലത്താണ്, ശരി ശരി. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസ് എല്ലാം വെയിറ്റിംഗ് ആണ് സിനിനെ കുറിച്ച് കൂടുതൽ അറിയാൻ. സോ നമുക്കൊരു പ്രൊഫൈൽ വീഡിയോ ഡെയിലി റൂട്ടീൻ കാണാം, കണ്ടിട്ട് വന്നാലോ? ഓക്കെ, എക്സൈറ്റഡ്? കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ ഡെയിലി റൂട്ടീൻ ഓഫ് സിനി ബിജു. എൻ്റെ സ്വന്തം സ്ഥലം തൊടുപുഴയാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം തൊടുപുഴ തന്നെയാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് മൂവാറ്റുപുഴയിലേക്ക്. എൻ്റെ ഫാദറും മദറും ഇപ്പോൾ മൂവാറ്റുപുഴയാണ് സെറ്റിലായിരിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവർ മൂവാറ്റുപുഴയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എൻ്റെ 2 ബ്രദേഴ്സ് ഇംഗ്ലണ്ടിൽ തന്നെ സെറ്റിലായിരിക്കുകയാണ്. എൻ്റെ അനിയത്തി ഇവിടെ തൊട്ടടുത്ത് വാഴക്കുളം എന്ന സ്ഥലത്ത് അവൾ അവിടെ സെറ്റിലായിരിക്കുന്നു. എൻ്റെ ഏറ്റവും ഇളയ ബ്രദർ ഫാദറിൻ്റെയും മദറിൻ്റെയും കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു എന്നാണ്. എന്നെ മൂവാറ്റുപുഴയിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 18 വർഷത്തോളമായി. അദ്ദേഹം സൗദിയിൽ വർക്ക് ചെയ്യുകയാണ്. 11 വർഷത്തോളമായി സൗദിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് സൗദിയിലേക്ക് വെക്കേഷൻ ടൈമുകളിലേക്ക് പോകാറുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്. മോൻ്റെ പേര് ഡെറിൻ ബിജു, മോൻ +1 പഠിക്കുന്നു. മോളുടെ പേര് ഡോണ ബിജു, മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ മൂവാറ്റുപുഴ തന്നെയാണ്. ഫാദറും മദറും മരിച്ചു പോയിട്ട് 10-30 വർഷത്തോളമായി. സഹോദരങ്ങളെല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാവരും കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവർ 7 മക്കളാണ്. ബിജു ആണ് ഏറ്റവും ഇളയത്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 5:30 മണിക്കാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് എഴുന്നേക്കും. കാരണം എൻ്റെ മോന് രാവിലെ സ്കൂളിൽ പോകുന്നത് 6:45 ആകുമ്പോൾ അവന് രാവിലത്തെ ബസ് വരും. 6:45 ആകുമ്പോൾ അവന് സ്കൂളിൽ പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കണം. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയാൽ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നൊന്ന് ഫ്രീ ആവും. രാവിലെ എഴുന്നേറ്റ് ചോറ് വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവന് 6:45 ആകുമ്പോഴത്തേക്ക് അവന് എല്ലാം കൊടുത്തു വിട്ട് അവൻ സ്കൂളിൽ പോകാൻ റെഡിയാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ഗ്ലാസ് ചായയെങ്കിലും എനിക്കൊന്ന് കുടിക്കാൻ പറ്റുള്ളൂ. ചായയും കുടിച്ച് ന്യൂസ് പേപ്പറും വായിച്ചിരിക്കുമ്പോഴത്തേക്ക് അടുത്തത് മോളെ വിടാനായിട്ട് സമയമാവും. 8:30 മണിയാകുമ്പം മോക്ക് സ്കൂളിൽ പോകണം. മോളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ വീട് പണിതുകൊണ്ടിരുന്നത് കൊണ്ട് മോള് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ഞാനും വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനൊന്ന് ടോട്ടലി ഒന്ന് ഫ്രീ ആയിരിക്കുകയാണ്. കാരണം എൻ്റെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞു. എന്നാലും ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾ പുതിയ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നില്ല. കാരണം
പിള്ളേർ രണ്ടുപേരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് രാവിലെ പോകണം, പിന്നെ വൈകുന്നേരം മോൾക്ക് ട്യൂഷനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കാരണം ഞങ്ങൾ തനിച്ചായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണ്, മൂവാറ്റുപുഴ തന്നെയാണ് താമസിക്കുന്നത്. എന്നാലും 2 ദിവസമൊക്കെ കൂടിപ്പോയി അവിടെ എല്ലാം ക്ലീൻ ആക്കി ഇടാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഒട്ടും ഫ്രീ അല്ല കേട്ടോ. കാരണം ഫോൺ ബില്ല് അടയ്ക്കുക, വെള്ളത്തിൻ്റെ പൈസ അടയ്ക്കുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ബാങ്കിൽ പോകണം, ചിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം ഡെയിലി ഡേറ്റുകളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഹസ്ബൻഡ് കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തന്നെ ഉള്ളപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് വീട്ടിലെ ഷോപ്പിംഗ്, അല്ലാതെ പെട്ടെന്നൊരു മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകുക, എന്ത് വന്നാലും ഞാൻ തന്നെ പോകേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ മോന് ഏകദേശം 3 മണി വരെ മാത്രമേ ക്ലാസ് ഉള്ളൂ. അവന് 3 മണിയാകുമ്പോൾ ഏകദേശം 3:30 മണിയോട് കൂടി അവൻ വീട്ടിലെത്തും. മോക്കും 4 മണി വരെ ക്ലാസ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ തന്നെത്താനെ ഓരോരുത്തരുടെ കയ്യിലും ചാവിയുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും വീടിനുള്ളിൽ കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർ ചായയും കാര്യങ്ങളൊക്കെ തന്നെത്താനെ ഇട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ എടുത്ത് അവർ തന്നെത്താനെ ഉണ്ടാക്കി കഴിച്ചോളും. ഞാൻ ഇപ്പോൾ വീടിൻ്റെ പണി തീർന്നെന്ന് പറഞ്ഞാലും 2-3 ദിവസം കൂടുമ്പോൾ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ 5 മണി 6 മണിയൊക്കെ ആവും ഞാൻ തിരിച്ചു വരാനായിട്ട്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ചായ കുടിയും സ്നാക്സ് കഴിക്കലും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് പോവും. പിന്നെ മോൾക്ക് ട്യൂഷനുണ്ട്. അവൾ 7 മണിയാവും തിരിച്ച് വീട്ടിൽ വരാനായിട്ട്. വീട്ടിൽ വന്നൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. 7 മണിയോട് കൂടിയാണ് അവൾ തിരിച്ചു വരുന്നത്. പിന്നെ വന്ന് കുളി കാര്യങ്ങൾ എല്ലാം ആയിട്ട് അങ്ങനെ 1 മണിക്കൂർ അങ്ങ് പോവും. ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന എത്തിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് പഠിത്തം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9:30 മണിയോടുകൂടി ഭക്ഷണം കഴിഞ്ഞ് 10 ആകുമ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരും കയറി കിടക്കും. ഞാൻ പിന്നെയും കുറച്ച് സമയം കൂടെയാണ്, ആ സമയമാണ് എനിക്ക് ഒരു കുറച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് TV കാണലോ, പിന്നെ ബിജു അവിടെ നിന്ന് വിളിക്കാറുണ്ട്, ഫോൺ സംസാരിക്കൽ, അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിട്ട് കഴിഞ്ഞു പോകുന്നു. പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും കാര്യം ഇത്രയും വലുതായെന്ന് പറഞ്ഞാലും അവരെ തനിച്ചാക്കിയിട്ടൊന്നും എനിക്കിങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. എൻ്റെ പപ്പയും മമ്മിയും ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പരിപാടി ഓഡീഷന് പങ്കെടുക്കാൻ പോയപ്പോഴൊക്കെ അവരുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പോയത്. അവരെല്ലാവരും എനിക്ക് വളരെയധികം സപ്പോർട്ട് തരുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി.